എല്ലാ അമ്മമാരുടെയും പേടി സ്വപ്നം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി എന്ന വാക്കുകളോടെ റെനന ഗോം താനും തന്റെ മക്കളും ഒക്ടോബർ 7-ന് നേരിട്ട ക്രൂരതയുടെയും ഭീകരതയുടെയും സംഭവങ്ങൾ ദൃശ്യാവിഷ്കാരത്തോടെ അവതരിപ്പിച്ച വീഡിയോ ഹൃദയഭേദകമായി മാറുകയാണ്. ഇസ്രയേലിലെ നിറോസിൽ 12ഉം 16ഉം വയസ്സുള്ള റെനനയുടെ 2 ആൺമക്കൾ യാഗിലും യാക്കോവും ഭീകരരുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ അലാം സിഗ്നൽ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. സേഫ് റൂമിൽ കയറിയ തന്റെ മക്കൾ ഫോണിൽ തന്നെ വിളിച്ച് ഭയന്ന് കാര്യങ്ങൾ പറയുന്നതും അതിനിടെ അടച്ചുപിടിച്ചിരുന്ന വാതിൽ അറബിയിൽ സംസാരിക്കുന്ന ആരൊക്കെയോ ചേർന്ന് തള്ളി തുറക്കുന്നതും ഞാൻ കുഞ്ഞാണ്, എന്നെ കൊണ്ടുപോകലേ എന്ന് തന്റെ ഇളയ മകൻ പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിലൂടെ റെനന ഓർത്തെടുക്കുന്നു. On Saturday morning, October 7th, at 6:30 in the morning, the red alert went off and a barrage of missiles fell on our house in Kibbutz Nir Oz. My sons, 12 and 16, were alone in my house sleeping. They got into the safe room. They called me, scared to death. They said they hear someone breaking into our home. Over the phone, I heard voices speaking in Arabic. Even though my son was trying hard to hold it closed, the door to the safe room was pushed open. Last I heard was my youngest saying, "Don't take me, I'm too young." 70 people were kidnapped from their home in Nir Oz. I think of them, alone, in a pit or a dark tunnel, with no sense of time. I hope that they are together, keeping each other strong, and that they are with other children who were also kidnapped. Until I see them again, waiting to hug them again soon. ഭീകരരുടെ പിടിയിൽ അവർ ഒരുമിച്ചാണെന്നും പരസ്പരം ആശ്വാസം പകരുന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തനിക്ക് കുറച്ച് ധൈര്യം തരുന്നുണ്ടെന്നും റെനന ഗോം കൂട്ടിച്ചേർത്തു.